വയനാട്ടിൽ പ്രിയങ്കയുടെ വസതിക്ക് മുമ്പിൽ വരെ പോസ്റ്റർ എത്തി. കേസി നിങ്ങൾക്കൊക്കെ സ്വീകാര്യനായിരിക്കാം, പക്ഷേ ജനസ്വീകാര്യനല്ല എന്നുള്ളതാണ്. അത് ഏറ്റവും ഒടുവിലത്തെ ഒരു മുന്നറിയിപ്പാണ്. പക്ഷെ ഈ മുന്നറിയിപ്പ് ഒന്നും മാനിക്കാതെ ആയിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. എന്ത് സംഭവിക്കും? അല്ല, ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. സ്വാഭാവികമായി ജനറലി നമ്മൾ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്താ? നിയമസഭാ കക്ഷിയിൽ ആർക്കാണ് കൂടുതൽ? കാരണം ഇപ്പൊ ഇവിടെ 63 അംഗ നിയമസഭാ കക്ഷിയിൽ 3 പേരുണ്ടെങ്കിൽ ആർക്കാണ് കൂടുതൽ, ആർക്കാണ് ഭൂരിപക്ഷം, അയാളാണല്ലോ മുഖ്യമന്ത്രിയാവുക. സ്വാഭാവികമായി രാഷ്ട്രീയ കക്ഷികൾ അങ്ങനെയാണ്, അതൊരു രീതിയുമാണ്, അങ്ങനെയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ കേരളത്തിൽ. ഒന്ന്, കേരളത്തിൽ കോൺഗ്രസിന്റെ മാത്രം മന്ത്രിസഭയല്ല, കോൺഗ്രസിന്റെ മാത്രം വോട്ട് കൊണ്ടല്ല ജയിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസും ശക്തമായ പിന്തുണ നൽകിയതോടുകൂടിയാണ് ഇത്ര വലിയ വിജയം. പല പല എം എൽ എമാരും ജയിച്ചത്. അല്ലാണ്ട് കോൺഗ്രസിന്റെ മാത്രം വോട്ട് കൊണ്ട് ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. അതുകൊണ്ട് അവരുണ്ട്, മിക്കപ്പോഴും ഇത് എടുക്കാറുമുണ്ട്. ഇപ്പോ ഇന്നലെ വളരെ സിമ്പിളായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, കരുണാകരനെ മാറ്റി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ആന്റണിയെ മാറ്റി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ കളിച്ചത് ഇവിടെയുള്ള ഘടകകക്ഷികളാണ്. അന്ന് ആന്റണിക്ക് കോൺഗ്രസിൽ ഭൂരിപക്ഷമുണ്ട്, പക്ഷേ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഉണ്ടാവില്ല. മുസ്ലിം ലീഗും മറ്റു കക്ഷികളും ഒക്കെ ഇടപെട്ട്, കേരള കോൺഗ്രസും ഒക്കെ ഇടപെട്ടിട്ടാണ് മാറ്റിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ നമ്മൾ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള പൊസിഷൻ ഇന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ എം എൽ എമാരെ എന്തടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികൾ എങ്ങനെ തിരഞ്ഞെടുത്തത്? പാർട്ടിക്കാരോട് ചോദിച്ചിട്ടാണ്? അല്ലല്ലോ. ഒരു ജനാധിപത്യ രീതിയിലല്ലല്ലോ കോൺഗ്രസിന്റെ, ഒരു പാർട്ടിയുടെ അല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചത്. എന്ത് ജനാധിപത്യം അവിടെ ഉണ്ടായി? നമ്മൾ കണ്ടതല്ലേ. ഈ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് 10 ദിവസമായി അടി. അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് 4-5 ദിവസം കൂട്ടത്തല്ല് ഡൽഹിയിൽ കണ്ടതല്ലേ. ഈ മാധ്യമങ്ങളൊക്കെ അവിടെ പോയിരിക്കുക. സുധാകരന്റെ വീട്ടിലൊരു ക്യാമറ, ഖാർഗെയുടെ വീട്ടിൽ വേറൊരു ക്യാമറ, രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ വേറൊരു ക്യാമറ, പിന്നെ പുറത്തു വരുന്ന നേതാക്കന്മാരോട് വേറെ ക്യാമറ. എന്താ കാരണം? ജനാധിപത്യ രീതിയിലല്ല ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ജനാധിപത്യ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിൽ ഒരു രീതിയുണ്ട്, ബ്രിട്ടീഷ് ഇതിലുണ്ട്. ഇപ്പോൾ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവണമെങ്കിൽ പാർട്ടിയുടെ പ്രൈമറിയിൽ നിന്ന് അയാൾ ജയിക്കണം. ഇപ്പൊ ട്രംപ് വരുന്നത് തന്നെ ഓരോ പ്രൈമറിയിൽ നിന്ന് ജയിച്ചിട്ടാണ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നത്. ട്രംപിന് എതിരാളികളുണ്ട് അവിടെ. ചിലപ്പോൾ നാഷണൽ ലെവലിൽ ഉണ്ടാവും, ചിലപ്പോൾ ലോക്കൽ ലെവലിൽ ഉണ്ടാവും ട്രംപിന് ഭൂരിപക്ഷം. അപ്പോൾ ഏതാണെങ്കിലും ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല. സാധാരണ പാർട്ടി പ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ആരെയാണ് നിർത്തേണ്ടതെന്ന്? ആരോടും ചോദിച്ചിട്ടില്ല. സാധാരണ പാർട്ടി പ്രവർത്തകർ അവസാനം ഹൈക്കമാൻഡ് ഇപ്പോൾ 4 പേര് ഒരു മണ്ഡലത്തിലേക്ക് വരും. ഈ 4 പേരിൽ ആരെ നിർത്തണം എന്നുള്ള തർക്കം വരുമ്പോൾ അവിടെയാണ് ഹൈക്കമാൻഡ് എന്ന പ്രശ്നം വരുന്നത്. അന്ന് അവസാനം 4 ദിവസം കഴിഞ്ഞ് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ ഹൈക്കമാൻഡ് എന്നൊരു സംവിധാനം ജനാധിപത്യ വിരുദ്ധമായി, ജനാധിപത്യപരമല്ലാതെ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥികൾ ഉണ്ടായത്. കോൺഗ്രസിൽ 90 സ്ഥാനാർത്ഥികൾ. ഈ 90 സ്ഥാനാർത്ഥികളിൽ 63 ആൾ ജയിക്കുകയും ചെയ്തു. അപ്പൊ ജയിച്ചു വരുമ്പോഴുള്ള പ്രശ്നം എന്താ? ഈ സ്ഥാനാർത്ഥികൾ ഇവിടെ ഓരോരുത്തരുടെയും നോമിനിയാണ്. ഇപ്പൊ കെ സിയുടെ നോമിനി, ബി ഡിയുടെ നോമിനി, ആർ സിയുടെ നോമിനി എന്നൊക്കെ പറഞ്ഞു ഉണ്ടായിട്ടുണ്ടാവും. പണ്ട് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്നായിരുന്നല്ലോ മുമ്പ്. അവിടെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എ ഗ്രൂപ്പിന് ഇത്ര കിട്ടിയെങ്കിൽ ഐ ഗ്രൂപ്പിന് ഇത്ര കൊടുക്കണം, ഈഴവൻ ഇത്ര കൊടുത്തെങ്കിൽ നായർക്ക് ഇത്ര കൊടുക്കണം. ഇത്തവണ അതുപോലും ഉണ്ടായില്ല. ഏകപക്ഷീയമായി ഏതാണ്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് എല്ലാം. വളരെ കുറച്ചൊഴിച്ചു, നിലവിലുള്ള എം എൽ എമാരെ ഒഴിച്ചു. അപ്പോൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈക്കമാൻഡിന്റെ ആരാണോ നിയന്ത്രണമുള്ളത് അയാൾക്ക് കൂടുതൽ കിട്ടും. അതാണ് കെ സിക്ക് ഉണ്ടായത്. ഇത് ജനങ്ങളുടെ പ്രവർത്തകരുടെ പോലും റെപ്രസെന്റേഷൻ ആവുന്നില്ല എം എൽ എമാർ. അതാണ് കാര്യം. ഇപ്പൊ ഓരോ മണ്ഡലത്തിലും നമ്മളെ ഇയാളാണോ വേണ്ടതെന്ന് കോൺഗ്രസ്സുകാർ ആദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇയാൾ വേണ്ടെന്ന് പറഞ്ഞേനെ. പിന്നെ ഒരു കാറ്റിലങ്ങ് ജയിച്ചു പോയി എന്നുള്ളൂ. പല സ്ഥാനാർത്ഥികളും അങ്ങനെയാണ്, കാറ്റിലങ്ങ് ജയിച്ചു പോയി. ഞാൻ പേരൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ജയിക്കില്ല. അവർ ജയിക്കാൻ ഒരു സാധ്യത ഇല്ലാത്തവരാ, അവർ ജയിച്ചു. അപ്പോൾ ഒരു കാര്യം, മൂന്നാമത്തെ വിഷയം പണമാണ്. പണം വേണ ഇലക്ഷൻ. എന്തൊക്കെ പറഞ്ഞാലും പണം വേണ ഇലക്ഷൻ. 1 കോടി രൂപ അതിൽ കൂടുതലൊക്കെ ചിലവാകും സാധാരണ രീതി. ചില മണ്ഡലങ്ങളിൽ കൂടുതൽ ചിലവും. മാത്രമല്ല ഇത്തവണ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ വേഗമായതുകൊണ്ട് പണച്ചെലവ് വളരെ കുറഞ്ഞു. ചിലവാക്കാൻ സമയം വേണ്ടേ? സ്ഥാനാർത്ഥി നിർണയിച്ച് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്ത് അല്ലെ പ്രചരണം തുടങ്ങാൻ പറ്റൂ. കുറവാണ്. എന്നിട്ട് പോലും വലിയ തോതിൽ പണം വേണം. ഇവിടെ 10 കൊല്ലമായിട്ട് കേരളത്തിൽ ഭരണമില്ല. കുറെ കൊല്ലങ്ങൾ 10-12 കൊല്ലമായിട്ട് കേന്ദ്രത്തിലില്ല. ആകെയുള്ളത് ആകെ സംസ്ഥാനങ്ങളുടെ ചില ഭരണങ്ങളും ചില സ്വാധീനങ്ങളുമാണ്. പണം വരണമെങ്കിൽ ഭരണത്തിൽ നിന്നേ വരുള്ളൂ. അതിൽ അഴിമതി ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്. എല്ലാ പാർട്ടികൾക്കും അങ്ങനെ തന്നെയാണ്, പണം ഭരണത്തിൽ നിന്നല്ലേ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ പണം ഇവിടെ എത്തിച്ചിട്ടുണ്ട്.
ആ പണം എത്തിക്കാൻ ആർക്കാണ് കൂടുതൽ സാധ്യത, അതും ഇതിലൊരു ഘടകമാണ്. ഈ 3 പേരിൽ പണം എത്തിക്കാൻ ഏറ്റവും സാധ്യതകൾ കെ സി വേണുഗോപാൽ തന്നെയാണ്. ഹൈക്കമാൻഡിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് കെ സി വേണുഗോപാലാണ്. അത് ശരി. പക്ഷേ ഈ പണം കൊടുത്തു എന്നുള്ളത് കൊണ്ട് പ്രവർത്തിച്ച ആൾക്ക് സ്വാധീനമില്ലാതെയാകും. അല്ല, അവിടെയാണ് പ്രശ്നം. അവിടെയാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത്. ഇതനുസരിച്ചാണ് ഇപ്പൊ നിയമസഭാ കക്ഷി വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിയമസഭാ കക്ഷിയിൽ എനിക്ക് മേധാവിത്വം ഉണ്ട് എന്നത് നാച്ചുറലായി സംഭവിച്ച ഒരു കാര്യമല്ല, ജനങ്ങളുടെ ഇച്ഛയിൽ സംഭവിച്ച ഒരു കാര്യമല്ല. നേരെ മറിച്ച് ഇത്തരം എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് ഉള്ള ഹൈക്കമാൻഡ് അധികാരം ഉപയോഗിച്ച് ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ ഈ MLA മാർ ജയിച്ചത് എങ്ങനെ എന്ന ചോദ്യമുണ്ട്. പൈസ കൊടുത്തുകൊണ്ടോ സീറ്റ് കിട്ടിയോണ്ടാണ് ജയിച്ചതെന്നുള്ളത് ശരിയാ, പൈസ കിട്ടിയോണ്ടാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ശരിയാ. പക്ഷെ ജയിച്ചത് അതുകൊണ്ടല്ല. അവിടെയാണ് നമ്മൾ പഴയ കാലത്ത് കുറെ കൊല്ലങ്ങൾ 2006 VS-ന്റെ സംഭവം ഉണ്ട്. പാർട്ടി സംഘടന മുഴുവൻ പിണറായിയുടെ കയ്യിൽ, VS-നെ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് പേരുള്ളൂ. അതുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ VS മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. കാരണം പിണറായിക്ക് മത്സരിക്കാൻ പറ്റില്ല, അപ്പോൾ VS മത്സരിക്കേണ്ട എന്നങ്ങ് തീരുമാനിക്കുകയാണ്. അതിനെതിരെയാണ് കേരളത്തിൽ VS പ്രൊട്ടസ്റ്റ് ചെയ്തു, ഒരുപാട് പേർ പ്രൊട്ടസ്റ്റ് ചെയ്തു, പാർട്ടിക്ക് പുറത്തുള്ള ഒരാളത്തുള്ളവരും പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് VS-ന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത്. ഒരു പബ്ലിക് മൂഡിന് പുറത്താണ് VS വരുന്നത്, ഒരിക്കലും പാർട്ടി സംഘടനാ തീരുമാനമല്ല. പാർട്ടി സംഘടനാ തീരുമാനം എന്താ, പോളിറ്റ് ബ്യൂറോ തീരുമാനം എന്താ, VS മത്സരിക്കേണ്ട എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. പാർട്ടി സംഘടന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ പാർട്ടി സപ്പോർട്ടും കിട്ടും, പണം കിട്ടും. പാർട്ടി സംഘടനാ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടില്ല, അപ്പൊ നിങ്ങളുടെ കൂടെ ആരും നിൽക്കില്ല. അതുകൊണ്ട് VS-ന്റെ കൂടെ MLA-മാരും ഉണ്ടായിരുന്നില്ല. VS കേരളത്തിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ കേരളത്തിലെ CPM MLA-മാരുടെ താത്വികമായൊക്കെ ഉണ്ടാവും. പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചുകൊണ്ട് VS ആയി, അല്ലെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കും. അതുകൊണ്ട് നേരെ മറിച്ച് പാർട്ടി MLA-മാരെ കണക്കെടുത്താൽ VS-ന് വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, 2-3 പേരെ VS-നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈ സതീശന്റെ സ്ഥിതി തന്നെ VS-ന് ഉണ്ടാവുക. ഞാൻ താരതമ്യം ചെയ്യുന്നതല്ല, പക്ഷെ രണ്ട് സിറ്റുവേഷൻ പറയുകയാണ്. സതീശന്റെ സ്ഥിതിയെ VS-ന് ഉണ്ടാവുള്ളൂ. നിയമസഭാ കക്ഷി യോഗം കൂടിയാൽ VS വേണോ വേറെ ആരെങ്കിലും വേണോ ചെന്ന് വേണ്ടി പിണറായിക്ക് വേണ്ടി, പിണറായി പിന്നെ എന്തോ പ്രശ്നമോട് മത്സരിച്ചില്ല, പിണറായിക്ക് വേണ്ടി മത്സരിക്കായിരുന്നു, വരായിരുന്നു. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വരായിരുന്നു, അല്ലെങ്കിൽ VS അല്ലാതെ ഒരാളെ തെരഞ്ഞെടുക്കായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നന്ദി, കോടിയേരി ബാലകൃഷ്ണനായിരിക്കും VS-നേക്കാൾ കൂടുതൽ നിയമസഭാ കക്ഷി അംഗങ്ങളുടെ പിൻബലം. പക്ഷെ കോടിയേരി അത് പാർട്ടി തീരുമാനിച്ചുകൊണ്ട് വേണ്ടാച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഏകാധിപത്യപരമായി ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് കറക്റ്റായി തീരുമാനമല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അന്ന് CPM എടുത്ത് കറക്റ്റായി തീരുമാനം, MLA-മാരുടെ എണ്ണല്ല നോക്കിയത്. CPM എന്താ തീരുമാനിച്ചത്, ജനസ്വാധീനം ആർക്കാണ്, അത് പബ്ലിക്കിനാണ്, വളരെ വ്യക്തമായി. അപ്പൊ ഹൈക്കമാൻഡ് നിങ്ങൾ പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഒരു കാലത്ത് ഹൈക്കമാൻഡായിട്ട് ഇടപെടുകയും ആ തീരുമാനം അങ്ങനെ നിൽക്കുകയും ചെയ്തു. നേരെ മറിച്ച് അന്ന് VS-ന് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എങ്കിൽ പാർട്ടി തീരുമാനം VS-ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം, പാർട്ടിയാണ് വലുത് എന്നൊക്കെയല്ലോ CPM-കാർ പ്രത്യേകിച്ച് പറയും, കമ്മ്യൂണിസ്റ്റുകാർ. കോൺഗ്രസ്സുകാർ അത്രയൊന്നും പറയില്ല, ഹൈക്കമാൻഡ് വലുതെന്ന് പറയും. അങ്ങനെയെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ സ്വാധീനം, ജനസ്വീകാര്യത എന്ന് പറയുന്നത് സതീശന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ സതീശനെ ആക്കാതെ KC മുഖ്യമന്ത്രിയായാൽ അത് പൊളിഞ്ഞു പോകാൻ സാധ്യത? അല്ല, പൊളിയോന്ന് വെച്ചാൽ എന്തായാലും തിരിച്ചടി ഉണ്ടാവും ഉറപ്പാണ്. എന്തെങ്കിലും ഇപ്പോഴുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസ്യത ഇതിന് നഷ്ടപ്പെടും. ഞാനതാ പറഞ്ഞേ, 2006 അച്യുതാനന്ദൻ മത്സരിക്കുകയും അച്യുതാനന്ദൻ ജയിക്കുകയും കോടിയേരി മുഖ്യമന്ത്രിയാക്കുകയും ചെയ്ത് എന്തുണ്ടാവും? അതന്നെ ഉണ്ടാവും, അത് ഷുവറാണ്. അപ്പൊ പിന്നെ KC ആവുമ്പോൾ പ്രതിസന്ധി വളരെ കൂടുതലാണ്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ അത്രയും പ്രതിസന്ധി ഇല്ല, കാരണം ഒരു ഇലക്ഷൻ വേണ്ട. KC ആണ് നേരിടാൻ പോണ ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. എന്താ, ഒന്ന് KC ജയിക്കണം 6 മാസത്തിനകത്ത്, അത് കഴിഞ്ഞ് KC ഇപ്പോൾ രാജിവെക്കണം, ആലപ്പുഴ ജയിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ 2 തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാൻ പോകുന്നു. ഈ 2 തെരഞ്ഞെടുപ്പിൽ എന്ത് വികാരം ഉണ്ടാവും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ 3 കൊല്ലത്തേക്ക് തന്നെ കോൺഗ്രസിന്റെ ഒരു ധൈര്യം എന്തായിരുന്നു വെച്ചാൽ അടുത്ത 3 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പില്ല. ഇപ്പൊ ഈ തർക്കമൊക്കെ 3 വർഷം കഴിഞ്ഞാൽ അപ്പോഴേക്കൊക്കെ മറന്നു പോകും. കാരണം നമ്മളിപ്പോ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അന്ന് എത്രയോ ബഹളം ഉണ്ടാക്കിയതാ. അപ്പൊ അതുകൊണ്ട് മറന്നുപോയാൽ ഞങ്ങൾക്ക് അപ്പോഴേക്കും റീകോപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതങ്ങനെ മറന്നു പോകാൻ പറ്റില്ല, കാരണം 2 ഉപതെരഞ്ഞെടുപ്പ് വരും. ഇപ്പൊ KC എവിടെയും മത്സരിക്കാന്നുള്ള ഇരിക്കൂർ മത്സരിക്കുന്നൊക്കെയാണ് വാർത്ത. എനിക്കറിയില്ല കേട്ടോ, KC വരുമെന്ന് ഞാൻ അങ്ങനെ എനിക്ക് എപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കണേ, എനിക്ക് KC വലിയ സുഹൃത്താണ്, അദ്ദേഹം നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ അദ്ദേഹം വരില്ല എന്ന് ഞാൻ വിചാരിക്കണം. വേറെ ഒന്നുമില്ല, ഇത്രയും ചീത്തപ്പേര് കേട്ട്, ഇത്രയും ശകുനി എന്നുള്ള വിളി കേട്ട് ഇവിടെ വന്നിട്ട് അവസാനം K മുരളീധരന് വടക്കാഞ്ചേരി പറ്റിയ പോലെ KC എങ്ങനെ ഇരിക്കൂർ തോറ്റുപോയാൽ, ഇരിക്കൂർ തോൽക്കില്ല എന്ന KC-യുടെ ഉറപ്പൊന്നും എനിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പയ്യന്നൂര്
പാർട്ടിക്കാർക്ക് കുഞ്ഞികൃഷ്ണനെ ജയിപ്പിക്കാനും മധുസൂദനെ തോൽപ്പിക്കാനും പറ്റുമെങ്കിൽ പയ്യന്നൂർ പോലൊരു മണ്ഡലത്തിൽ അതേ പാർട്ടിക്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ കെ സി തിരുക്കൂർ തോൽക്കൂലേ? പൊതുജന വികാരം കെ സിക്ക് അനുകൂലമല്ല, ഒരു മധ്യവർഗ വികാരം കെ സിക്ക് അനുകൂലമല്ല. ഞാൻ ഉറപ്പാണ് അത് സതീശനാണ് അനുകൂലം. പൊതു ട്രെൻഡ് ഞാൻ പറഞ്ഞ പാർട്ടിക്കാരല്ലാത്തവരെ ട്രെൻഡ്. ഇനി പാർട്ടിക്കാർ മാത്രം വിചാരിച്ചാൽ ജയിക്കും എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു പയ്യന്നൂർ അല്ലേ? പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്താൽ തന്നെ ഒരു 50,000 വോട്ടിന് 30,000 വോട്ടിന് ജയിക്കുമായിരുന്നു മസൂദിന്. അവിടെ എങ്ങനെയാ തോറ്റത്? അത്ര ഉറപ്പ് ഇരിക്കൂരില്ല എന്ന് ഞാൻ വിചാരിക്കും. അത്ര ഉറപ്പ് കെ സിക്ക് ഇല്ല. ഒന്ന്, ഇനി കെ സി എങ്ങനെ മത്സരിച്ച് തോറ്റു നിൽക്കുക. കെ സിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചില്ലേ? കെ സിയുടെ രാഷ്ട്രീയം അവസാനിച്ചു. പിന്നെ കേരളത്തിൽ മനുഷ്യന്റെ മുഖത്ത് നോക്കി കിടക്കാൻ പറ്റും? ഇപ്പൊ ഈ കാണുന്ന MLA-മാരൊക്കെ കൂടെ ആയിട്ടൊരു കാര്യമില്ല. കാരണം ഈ അധികാരം പോയാൽ അവരൊക്കെ വിട്ടുപോകും. മൂന്നാമത്തെ വിഷയം, ആലപ്പുഴ ഉപതെരഞ്ഞെടുപ്പ് വരും. കെ സി ജയിച്ചാൽ ആലപ്പുഴ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്താണ്ടാവും പണികൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആലപ്പുഴ CPM ആണെങ്കിൽ തകർന്നടിഞ്ഞ് തല്ലിന്റെ കൂട്ടത്തല്ല് നിൽക്കുകയാണ്. CPM ഒക്കെ അടിയുണ്ട്. അവിടെ BJP കഴിഞ്ഞവണ സെക്കൻഡിന് വളരെ നെക്സ്റ്റ് വന്നൊരു സ്ഥലമാണ് ശോഭാ സുരേന്ദ്രൻ. 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ച സ്ഥലമാണ് ആലപ്പുഴ. ഇപ്പോഴത്തെ CPM-ന്റെ തകർച്ചയും കോൺഗ്രസിലെ ഈ തല്ലും കൂടിയാണെങ്കിൽ ആലപ്പുഴ മത്സരിച്ച് ശോഭാ സുരേന്ദ്രൻ ഞാൻ ജയിച്ചു പോയാൽ പിന്നെ കേരളത്തിൽ ഹൈക്കമാൻഡും ഇല്ല, ലോകമാൻഡും ഇല്ല. കോൺഗ്രസ്സുകാർക്ക് നാണം കെട്ടാൻ നടക്കാൻ പറ്റുമോ? തൃശ്ശൂർ ജയിച്ച സുരേഷ് ഗോപി ജയിച്ച പോലെ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിലും ഇവർക്ക് എന്തുറപ്പുണ്ട് ജനങ്ങളുടെ മേൽ? അപ്പോ അത്തരത്തിലുള്ളൊരു വലിയൊരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് കെ സി പോവും, കോൺഗ്രസും പോവും. അങ്ങനെ പോകുമോ? ഇനി അതല്ല, അത് ഒക്കെ വിജയിക്കാമെന്ന അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കെ സിക്ക് കെ സി ചെയ്യാവുന്നൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ മുമ്പ് പലരോട് പറഞ്ഞിട്ടുള്ളതാണ്, കെ സി ഇപ്പൊ ക്ഷമിക്കുക. ഇപ്പൊ ആരെങ്കിലും ഒരാളെ ആക്കുക. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കെ സി മത്സരിക്കാതിരിക്കുക. ആരെങ്കിലും ഒരാളെ രാജിവെപ്പിച്ച് കെ സി വരിക. കെ സിക്ക് വേണമെങ്കിൽ അന്ന് മുഖ്യമന്ത്രി ആവില്ല, 2.5 വർഷത്തെ ടേം കൊണ്ട് ചെയ്താൽ പോരെ. കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ മത്സരത്തിൽ? 2.5 വർഷത്തെ ടേം ഉണ്ട്. 2.5 വർഷം ഇപ്പൊ ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ, RCO VDO ആരെങ്കിലും ആയിക്കോട്ടെ, അത് കഴിയുമ്പോഴേക്കും 2.5 വർഷം കഴിയുമ്പോൾ ഇരിക്കും, ഞാൻ മേടിച്ചോളാം, ഐ വിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ACC എന്ത് വലിയ ആളായിട്ടിരുന്നോട്ടെ. ഇവിടെ വരുമ്പോൾ ഞാൻ മത്സരിക്കുന്നില്ല, ഇനി പാർലമെന്റ് വേണ്ട, ഞാൻ മത്സരിക്കുന്നില്ല, ആയിക്കോട്ടെ. അപ്പൊ ആ ഘട്ടത്തിലെ രാഷ്ട്രീയം തന്നെ വേറെ ആയിരിക്കും. എന്താ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ കെ സിക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ ആവാലോ. ഇതിനൊക്കെ ഒരു ക്ഷമ വേണം. അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ, ഇത് കോൺഗ്രസിന് മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ പോലെ ഗതികേട് കേരളത്തിലുണ്ടാവും. മധ്യപ്രദേശിലും രാജസ്ഥാനിലും നമ്മൾ നേരിട്ട് കണ്ടതാണ്. സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിന്ധ്യയും അവർ രണ്ടുപേരും അവിടെ വന്നു. അതിലാകെ വ്യത്യാസം വന്ന് കർണാടകയിലാണ്. അതിന് കാരണം സിദ്ധരാമയ്യ വളരെ പോപ്പുലറായ ഒരാളാണ്. DK ശിവകുമാർ സംഘടനാ ശക്തിയാണെങ്കിലും സിദ്ധരാമയ്യ സ്വീകാര്യനായ ഒരാളാണ്. അത് സ്വീകാര്യത കെ സിക്ക് കേരളത്തിലുണ്ടോ? കെ സിയുടെ ഈ അനുചരന്മാർ പൊട്ടിപ്പാടുന്ന പോലെ ഉണ്ടോ? കെ സി അങ്ങനെ നിന്നിട്ടുണ്ടോ? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരും. മാത്രമല്ല, ഇപ്പോൾ സതീശനല്ല എങ്കിൽ വലിയൊരു നെഗറ്റീവ് ഒരു ഇൻഡിപെൻഡന്റ് വോട്ടർമാരിൽ ഉണ്ടാക്കും, പ്രത്യേകിച്ചും ജെൻസി പോലെയുള്ള വിഭാഗങ്ങൾ. കാരണം കെ സിയെ പോലെ ഒരാൾക്ക് എന്താ ഞാൻ കെ സി മോശമെന്ന് പറയുന്നില്ല, പക്ഷെ കെ സിയുടെ നിലപാട് ഇതുവരെ കേരളത്തിന് അറിയില്ല. സതീശന്റെ വിവിധ വിഷയങ്ങളിൽ നിലപാടറിയാം. അത് വർഗീയതയോടുള്ള നിലപാടറിയാം, യുവാക്കളോടുള്ള നിലപാടറിയാം, മറ്റേ ധനകാര്യം സംബന്ധിച്ച നിലപാടറിയാം. ഇതിലൊക്കെ വലിയൊരു പ്രതിസന്ധിയുണ്ട്. സതീശൻ ഇപ്പൊ പറയുന്ന പോലെ സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുന്നില്ല. അത് ആത്മഹത്യാപരമാണ് കോൺഗ്രസ്. കാരണം സതീശൻ മന്ത്രിസഭയിലില്ല. സതീശൻ പറഞ്ഞൊരു വാദം വളരെ ശരിയാണ്. കെ സിക്ക് എവിടെയെങ്കിലും മത്സരിക്കണമെങ്കിൽ പറവൂർ മത്സരിച്ച് ഞാൻ രാജിവെച്ച് തരാമെന്ന് പറഞ്ഞു. വേറെ എവിടെയും ഉണ്ടല്ലോ, ഞാൻ സംഘടനാ ചുമതല എടുത്തോളാം, നിങ്ങൾ പറവൂർ മത്സരിച്ചോ, ജയിച്ചോ, എനിക്ക് കുഴപ്പമില്ല. സതീശൻ KPC പ്രസിഡന്റോ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ കോൺഗ്രസ് ചെയ്യുമോ എന്നുള്ളത് ഇപ്പോൾ വലിയ ചോദ്യമാണ്. ഘടകകക്ഷികൾ മാത്രമല്ല, ഘടകകക്ഷികളുടെ സമ്മർദ്ദം മാത്രമല്ല ഇപ്പോൾ സതീശനുള്ളത്. പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. VS-ന് 2006 ഉണ്ടായിരുന്നത് പോലൊരു സപ്പോർട്ട് ഏതാണ്ട് സമാനമായ രീതിയിൽ കോൺഗ്രസും CPM എന്നുള്ള വ്യത്യാസമുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. CPM-ന് അതിനെ അംഗീകരിക്കേണ്ടി വന്നുവെങ്കിൽ ഞാൻ പറയുന്നത് അത്രയൊന്നും സംഘടനാശേഷി ഇല്ലാത്ത കോൺഗ്രസ് അത് അംഗീകരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോഴും ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ തീരുമാനമായോ എന്ന് എനിക്കറിയില്ല, തീരുമാനമായാലും ആയില്ലെങ്കിൽ